എം.വി. ഗോവിന്ദനെ പോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരാൾ കേരളത്തിലില്ലെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ആരെതിർത്താലും ഇതുമായി മുന്നോട്ട് പോകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ജനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ച് ശക്തി ആർജിക്കണം മുഖ്യമന്ത്രി. അപ്പോഴാണ് അടുത്ത ഇലക്ഷൻ വരിക. ഒരു കൊല്ലം കഴിഞ്ഞ ഇലക്ഷൻ വരും. മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി ധാരാളം മുന്നോട്ട് പോകണം. ഏത് ദിശയിലേക്കാണ് മുന്നോട്ട് പോകുന്നതെന്നറിയോ? അറബിക്കടൽ ദിശയിലേക്കാണ് പോകുന്നത്. എന്താവും സ്ഥിതി? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM ഇന്ത്യയിലെ അവസാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹമാകും എന്നുള്ള യാത്ര തുടരുകയാണ്. അതിനെല്ലാ അഭിവാദ്യങ്ങളും. പക്ഷേ സ്വപ്നലോകത്തെ ബാലഭാസ്കരനായി നമ്മുടെ കേരളത്തിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി മാറിയിരിക്കുകയാണ്. മലബാർ ഡിസ്റ്റിലറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MP. ആരാണ് വികസന വിരോധികളെന്ന് തെളിയിക്കാൻ M.V. ഗോവിന്ദൻ തയ്യാറാകണമെന്നും വി.കെ. ശ്രീകണ്ഠൻ MP പറഞ്ഞു. 1.5 വർഷം കഴിഞ്ഞാൽ കയ്യിൽ ഭരണമുണ്ടാവില്ല എന്ന ഉറപ്പോടെ സർക്കാർ നടത്തിയതാണ് 1.5 ലക്ഷം പേർക്ക് തൊഴിലെന്ന പ്രഖ്യാപനം. 1.5 വർഷം കഴിഞ്ഞാൽ ഇവിടെ രാജ്യത്ത് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ സാധ്യതയാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. എന്ത് കണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് എനിക്കറിയില്ല. പാലക്കാട് വന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞതെന്നറിയോ? 1.5 വർഷം കഴിഞ്ഞ് 20 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടുന്ന 1.5 വർഷം കഴിഞ്ഞാൽ 20 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് അറിയുന്നില്ല. അപ്പൊ ഈ 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി എന്താണെന്ന് അദ്ദേഹം ഒന്ന് പറയാം. 1.5 വർഷം കഴിഞ്ഞ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ അല്ല എന്നുള്ള ഉറപ്പിന്റെ പേരിലാണ് 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു വെച്ചാൽ അതിനെ സ്വാഗതം ചെയ്യാം. ഇനി 1.5 വർഷം കഴിഞ്ഞാൽ ആരാ ഗവൺമെന്റ്? ഇദ്ദേഹത്തിന് എന്താ ദിവ്യദൃഷ്ടി ഉണ്ടോ? അപ്പൊ മലർപ്പൊടിക്കാരന്റെ പ്രഖ്യാപനങ്ങൾ പോലെ കുറെ സ്വപ്നജീവികളെ സൃഷ്ടിക്കലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം വഴി. തെളിയിക്കാൻ തയ്യാറാകണം CPMന്റെ സംസ്ഥാന സെക്രട്ടറി. ആരാണ് വികസന വിരോധികൾ? ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് പ്രസംഗിച്ചല്ലോ. ഈ മലബാർ ഡിസ്റ്റിലറീസ് ഈ കഴിഞ്ഞ വർഷക്കാലമായി 9 വർഷക്കാലമായി അത് തിണ്ണനിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ ഒരു ബോട്ടിൽ പോലും ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. ഇപ്പൊ ആകെ ഇവർക്ക് കിട്ടുന്ന വരുമാനം എന്തറിയോ? എക്സൈസുകാരും ബീവറേജ് കോർപ്പറേഷൻകാരും ചെയ്യുന്ന ഉദാര മനസ്ഥിതിയ. എന്താണ് അവരുടെ ഉദാര മനസ്ഥിതി? ഇവിടുത്തെ പഴയ വെയർ ഹൗസ് അവർ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപ വാടക കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ജീവനക്കാർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, സർക്കാരിന്റെ ഒരു ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ സ്ഥിതി ഇതാണ്. കേരളയിൽ വരാൻ വേണ്ടി അപ്പമുണ്ടാക്കുന്ന ആളുകൾ കൊതിയോടെ കാത്തിരിക്കുകയാണ്. ആ അപ്പം ഉണ്ടാക്കുന്ന ആൾക്കാർ കൊതിയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്താണ്? കേരളയിൽ വരാൻ വേണ്ടി. എന്തുകൊണ്ടാണ് അപ്പവും അതുപോലെ കേരളയിലും തമ്മിൽ അദ്ദേഹം ബന്ധപ്പെടുത്തി അറിയോ? അന്നും CPMന്റെ ജാഥയെ സ്വീകരിക്കാൻ കുടുംബശ്രീയുടെ പാവപ്പെട്ടവരെ കൊണ്ടുവന്നിരുത്തിയിരുന്നു. അപ്പൊ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ ആ വിശ്വപ്രസിദ്ധമായ പ്രഖ്യാപനം ഓർമ്മ വരികയാണ്. എന്താണ്? കൂറ്റനാടുന്ന് അപ്പം എടുക്കുക, അപ്പം തലയിലേറ്റ് വെക്കുക, ഇവിടെ കേരളയിൽ കയറുക, നേരെ കൊണ്ട് എറണാകുളത്ത് അത് വിൽക്കുക, തിരിച്ചു വരിക. അപ്പോഴേക്കും രാവിലെ 9 മണിക്ക് കഞ്ഞി കുടിക്കാനുള്ള സമയമായി. എന്താണ് അർത്ഥം? അത്രയും സ്പീഡിലാണ് അപ്പവുമായിട്ട് കേരളയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മലബാർ ഡിസ്റ്റിലറീസിൽ ബോട്ടിലിംഗ് പ്ലാന്റ് ആരംഭിക്കാൻ കഴിയാത്ത സർക്കാരാണ് എലപ്പുള്ളി മദ്യ കമ്പനിയെ എതിർക്കുന്നവർ വികസന വിരോധികളെന്ന വിചിത്രവാദം ഉന്നയിക്കുന്നത് എന്നും MP പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.